രാമു ഒരു പാവപ്പെട്ട കർഷകനായിരുന്നു. മരണവശാൽ രാമുവിന് ജീവനായിരുന്നു. ഒരു ദിവസം രാമു വെറുതെ നടക്കാനിറങ്ങി. അപ്പോൾ ഒരു മരം വാഴ നിൽക്കുന്നത് രാമുവിനെ ശ്രദ്ധയിൽപ്പെട്ടു. രാമു ഓടിച്ചെന്ന് മരം കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, മരം ഒരു ഭയമാണ്. രാമു ഉടനെ തന്നെ കുറച്ച് വെള്ളമെടുത്ത് മരത്തിൽ ഒഴിച്ചു. മരം പൊൻവേഷവാനായി. രാമു സന്തോഷത്താൽ തുള്ളിച്ചാടി. എന്നിട്ട് മരം കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പറഞ്ഞു, മരം ഒരു ഭയമാണ്. മറ്റൊരു ദിവസം രാമു അതുവഴി നടക്കുകയായിരുന്നു. അപ്പോഴാണ് അതുവഴി ജില്ലൻ കടന്നു വരുന്നത്. ജില്ലൻ ഒരു മരംവെട്ടുകാരനാണ്. മരംവെട്ടുക അവന്റെ ഒരു ഹോബിയാണ്. മരം നോക്കി അവൻ പൊട്ടിച്ചിരിച്ചു. അതിനുശേഷം മരം വെട്ടാൻ തുടങ്ങി. രാമു ഇത് കണ്ട് സങ്കടപ്പെട്ടു. രാമു ജില്ലനെ തടഞ്ഞു. അവർ 1 2 പറഞ്ഞ് വഴക്കായി. 1 2 1 2 1 2 1 2 പിന്നീട് അടിയായി. ഒടുക്കം ജില്ലൻ പരാജിതനായി. രാമു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൻ മരം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മരം ഒരു വരമാണ്. അപ്പോഴാണ് അതുവഴി ഒരു വഴിപോക്കൻ കടന്നു പോയത്. ഇത് കണ്ട വഴിപോക്കൻ പറഞ്ഞു, നിനക്ക് നാണമില്ലല്ലോ, മരത്തിൽ പോലെ വെറുതെ വരണ്ട. നിനക്കില്ലേ അമ്മയും പെങ്ങളും. ഇതിലേക്ക് മരം നാണിച്ച് തലതാട്ടി. പെട്ടെന്നാണ് കാറ്റും കോളും വന്നത്. മരം ആടി ഉലഞ്ഞു. അപ്പോഴും രാമ മരം കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പറഞ്ഞു, മരം ഒരു വരമാണ്. പക്ഷേ അത് തന്നെ സംഭവിച്ചു. മരം പൊരിഞ്ഞ് രാമന്റെ ശരീരത്തിലേക്ക് വീണു. മരിക്കുന്നതിന് മുമ്പായി രാമ തലപൊക്കി ഇങ്ങനെ പറഞ്ഞു, രാമജിയെ മരത്തിൽ വരാണേ.